നമസ്കാരം. പതിരും കതിരും. ചിന്താവിഷ്ടയായ ശ്യാമള എന്ന സിനിമയിലെ കറണ്ട് പോകുന്ന രംഗത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അന്തംകമ്മികളുടെ ജീവിതം. അന്തങ്ങൾ പല കാര്യങ്ങൾ ചിന്തിച്ച് ജീവിക്കുന്നതിനാൽ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടാകില്ല. സകല കമ്മികളുടെയും വീട്ടിൽ കറണ്ടില്ലാത്ത അവസ്ഥയാണത്രേ. മെഴുകുതിരി വെളിച്ചം, റാന്തൽ വിളക്ക്, ചൂട്ടുകറ്റ, പന്തങ്ങൾ എന്നിവയൊക്കെയാണ് ഇരുട്ടകറ്റാനായി ഇപ്പോൾ കമ്മികൾ സ്വന്തം വീട്ടിൽ ഉപയോഗിക്കുന്നത്. ബില്ലടയ്ക്കാത്തതുകൊണ്ട് KSEBക്കാർ വന്ന് ഫ്യൂസ് ഊരിക്കൊണ്ടുപോയി. ഇനിയെങ്കിലും ആഫീസിലേക്ക് ഒന്ന് പോയി നോക്ക് എന്ന് വിജയനോട് ശ്യാമള പറയുന്നത് പോലെ ഇവരോടും പറയാൻ തോന്നും. പിണറായി വിജയൻ ഭരണത്തിൽ നിന്നും പോയതോടുകൂടി ഇവരുടെ എല്ലാം കണ്ണിൽ ഇരുട്ട് കയറിയ അവസ്ഥയാണ്. ചുറ്റും അന്ധകാരമാണ്. പിശാചുക്കളും മാടനും മറുതയും യക്ഷിയും അറുകൊലമാടനുമൊക്കെ ഇറങ്ങി വരുമോ എന്ന് ഭയന്ന് എല്ലാം നേരത്തെ വീട്ടിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് പെടലിയും തിരുമ്മി പിള്ളേരെയും നോക്കി വീട്ടിലിരിക്കുമ്പോഴാണ് കരണ്ട് പോയത്. ഉടൻ തന്നെ വീണ ജോർജ് ഒരു പോസ്റ്റ് ഇട്ടു. അറബിപ്പൊൻ നാണ്യം പോലെ ആകാശത്തമ്പിളി വന്നാലേ ഇപ്പോൾ കേരളത്തെ ഇരുട്ടിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ, പുതിയ യുഗമാണ് എന്ന പരിഹാസത്തോടെയായിരുന്നു ആ പോസ്റ്റ്. എന്തായാലും അതിൻ്റെ മറുപടിയായി കണ്ണിൽ ഇരുട്ട് കയറുന്ന തരത്തിൽ മേടിച്ച് കെട്ടിയിട്ടുണ്ട് വീണ ജോർജ്. കേരളത്തിലെ കറണ്ട് കട്ട് കാരണം വീണ ജോർജ് എത്രമാത്രം പ്രയാസപ്പെടുന്നു എന്നറിയാമോ? ഏത് നിമിഷവും കരിങ്കൊടിയുമായി ഗോറില്ലകൾ വരുമോ എന്ന ഭയമാണ് ഒന്ന്. എപ്പോഴാണ് ചാവേറുകൾ ഇരുട്ടിലൂടെ ചാടി വീഴുക എന്ന ഭയം മറ്റൊന്ന്. ഭരണം പോയതോടുകൂടി ആകപ്പാടെ അന്ധകാരത്തിലാണ് ഈ മാഡം. എന്നെ ഇപ്പോഴും ജനങ്ങൾക്ക് എന്തിഷ്ടമാണെന്നോ എന്ന തരത്തിലാണ് ഓരോ ദിവസം യൂട്യൂബിൽ പഴയ ദൃശ്യങ്ങൾ എടുത്തിടുന്നത്. ഇനി എത്ര കാലം ഈ വീണ ജോർജ് ഇരുട്ടത്തിരുന്ന് കരഞ്ഞാൽ ഒന്ന് വെളിച്ചത്തിലേക്ക് കടക്കും? അതിന് കഴിയുമെന്നേ തോന്നുന്നില്ല. ഇത്രയും കാലം മന്ത്രിയായി, മാധ്യമപ്രവർത്തകയായി, MLA ആയി ഒക്കെ ജീവിച്ച വീണ ജോർജിന് സ്വന്തം വീട്ടിലൊരു ഇൻവെർട്ടർ വാങ്ങി വെക്കാൻ കഴകത്തില്ലാതെ പോയല്ലോ. ഇത് ആലോചിക്കുമ്പോഴാണ് എന്ത് കഷ്ടമെന്ന് ചോദിക്കാൻ തോന്നുന്നത്. ഇപ്പോൾ ജനം പറയുന്നത് പഴയ വെളിച്ചത്തേക്കാൾ നല്ലത് ഈ ഇരുട്ടാണ് എന്നാണ്. കഞ്ചാവും ചരസും മയക്കുമരുന്നും അടിച്ച് ക്രിമിനലുകൾ വിളയാടുന്നതായിരുന്നു മുൻ അനുഭവങ്ങൾ. കഴകം കെട്ട പിണറായി സർക്കാർ കഴിഞ്ഞ 10 വർഷം ഭരിച്ചതിൻ്റെ ഗതികേടാണ് ഈ വൈദ്യുതി ക്ഷാമത്തിന് കാരണം. ഇപ്പോഴത്തെ കരച്ചിൽ കണ്ടാൽ തോന്നും മൂലമറ്റത്തു നിന്നും കൊണ്ടുവരുന്ന കരണ്ട് AKG സെൻറ്ററിൽ വെച്ച് വിഭജിച്ച് സകല മനുഷ്യർക്കും അന്ന് ഫ്രീ ആയി കൊടുക്കുകയായിരുന്നു എന്ന്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി വിജയൻ എവിടുന്ന് എന്തൊക്കെ കടം മേടിച്ചോ അതിൻ്റെ ഒന്നും കാശ് തിരിച്ചു കൊടുത്തിട്ടില്ല. സിവിൽ സപ്ലൈസിന് 4000 കോടിയോ മറ്റോ, സർക്കാർ ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങിയ വകയിൽ കുറേയധികം കോടികൾ, കൂടിയ വിലയ്ക്ക് കരണ്ട് വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ വൈദ്യുതി പ്രതിസന്ധി. ഒപ്പം മഴക്കുറവ്. എല്ലാം മുൻകൂട്ടി അറിയിച്ചു തന്നെയാണ് വൈദ്യുതി നിയന്ത്രണം ചെറുതായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഈ നാട്ടിലെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അന്തങ്ങളാണ് ഇരുട്ടത്തിരുന്ന് കരയുന്നത്. മനഃപൂർവ്വം ലൈറ്റ് അണച്ചു വെച്ചിട്ട് മെഴുകുതിരിയും കത്തിച്ചു വെച്ച് പടമെടുത്ത് കുടുംബസഹിതം പോസ്റ്റ് ചെയ്യുകയാണ്. എൽ നിനോ പ്രതിഭാസത്തെ തുടർന്നുള്ള മഴക്കുറവ് കാരണം കേരളത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടരുകയാണെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആവശ്യം നിറവേറ്റാനുള്ള വൈദ്യുതി ലഭ്യമല്ല താനും. മൺസൂൺ ദുർബലമായതോടെ ജലവൈദ്യുത നിലയങ്ങളും പ്രതിസന്ധിയിലായി. തുടർച്ചയായി 3-ാം ദിവസവും സംസ്ഥാനത്ത് അതുകൊണ്ട് തന്നെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് തുടരുമെന്ന് KSEB മുന്നറിയിപ്പ് നൽകുന്നു. എല്ലാം സഹിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. എന്നാൽ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് ഇരു കൈകളും കൂട്ടിമുട്ടിച്ചൊരു പ്രത്യേക ഏക്ഷൻ നടത്തുമ്പോൾ മഴമേഘങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടുമായിരുന്നു. പിണറായി വിജയനെ ഭയന്ന് എൽ നിനോ പ്രതിഭാസങ്ങളൊന്നും കേരളത്തിൻ്റെ തീരത്തേക്ക് അടുക്കുമായിരുന്നില്ല. ഇപ്പോഴതല്ല സ്ഥിതി. അവരൊക്കെ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. ജനജീവിതത്തെ എത്രമാത്രം കരുതലോടെയും സ്നേഹാശ്ലേഷത്തോടെയും ചേർത്ത് നിർത്തിയ ഒരു സർക്കാരായിരുന്നു പോയി മറഞ്ഞത്. ഇതിലേറെ രസകരമായി തോന്നിയത് കഴിഞ്ഞ ദിവസം PM ശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ അന്തംകമ്മി അരുൺകുമാർ ഒപ്പിച്ച ഒരു പണിയാണ്. ചർച്ചയ്ക്കിടയിൽ ഉത്തരം മുട്ടി കൊഞ്ഞനം കുത്തിയിരുന്ന അരുൺകുമാർ ആരോടോ കണ്ണിറുക്കി കാണിക്കുന്നു ലൈറ്റ് ഓഫ് ചെയ്യാൻ. പെട്ടെന്ന് അദ്ദേഹം പറയുന്നു, ഇവിടെ കരണ്ട് കട്ടാണ്, ലൈൻ ഡിസ്കണക്റ്റായി. കരണ്ട് പോയാൽ ഫോൺ ഡിസ്കണക്റ്റ് ആകുമോ എന്നായി അവതാരകൻ്റെ ചോദ്യം. വിസ്മയത്തിൻ്റെ അതിതീവ്ര നാളുകളെപ്പറ്റി ശിവൻകുട്ടി മാമനിട്ട പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നു: പകൽ സണ്ണ് ഉഷാറാക്കും, രാത്രി സണ്ണി ഇടങ്ങേറാക്കും. ഇത്രയൊക്കെ സ്വന്തമായി പറയാനും എഴുതാനുമുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ ശിവൻകുട്ടി ആരാകുമായിരുന്നു? കറണ്ട് പോയതുകൊണ്ട് ശിവൻകുട്ടിക്ക് മുണ്ടുപൊക്കി ഏത് സമയവും ഡെസ്കിൽ കയറാൻ കഴിയും. ആരും ഒന്നും കാണില്ല. അതൊരു മഹാഭാഗ്യമായി കരുതേണ്ടതല്ലേ?
തോറ്റു തുന്നമ്പാടി ഭരണം പോയി വീട്ടിലിരിപ്പായതോടെ മണിയാശ മുതൽ ശിവൻകുട്ടി വരെ തമാശയോടെ തമാശയാണ്. സകല അന്തംകമ്മികളും ഇപ്പോൾ ഒടിയൻ മാണിക്കനെ പോലെ രാത്രിയുടെ മറപറ്റി ആക്രമണത്തിന് ഇറങ്ങിയിരിക്കുകയാണ്. പിണറായി വിജയനെയും സെറ്റിനെയും ജനം ആട്ടിയിറക്കി 2 മാസം പിന്നിട്ടപ്പോഴേക്കും അത്രയ്ക്കൊരു ഇരുണ്ട യുഗത്തിലേക്ക് നമ്മൾ പോകുമോ കുട്ടിമാമ? മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോയതാണ് മറ്റൊരു ഫലിതമായി ഇവർ പറയുന്നത്. അങ്ങനെ കറണ്ട് പോയി എന്ന് കരുതി വേദിയിലുള്ളവരെയും സംഘാടകരെയും കണ്ണുപൊട്ടുന്ന നോട്ടം നോക്കണമായിരുന്നോ സതീശൻ പിണറായി വിജയനെ പോലെ? ഒന്നടങ്ങിൻ കമ്മികളെ, കരണ്ട് വരും.